യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഏറ്റവും മുന്നിലെന്ന് റിപ്പോർട്ട്. യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് മധ്യപ്രദേശിലാണ്. തൊട്ടു പിന്നിലാണ് ഗുജറാത്ത് എന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. തിങ്കളാഴ്ച പുറത്തിറക്കിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 15 മുതൽ 29 വയസ്സ് പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 29.9%. 2023 ജൂലൈ ജൂൺ 2024 സമയത്തെ റിപ്പോർട്ടാണ് സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളിലെ തൊഴിലില്ലായ്മ നിരക്ക് 47.1%, പുരുഷന്മാരിൽ ഇത് 19.3%ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023-24 കണക്കനുസരിച്ച് 15നും അതിനു മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് മാറ്റമില്ലാതെ തുടരുകയാണ്. 3.2% ഈ വിഭാഗത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്. എന്നാൽ സ്ത്രീകളിലെ തൊഴിലില്ലായ്മ നിരക്ക് മുൻവർഷത്തെ 2.9%-ൽ നിന്ന് 3.2%-ആയി ഉയർന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാർ നിരവധി പദ്ധതികളും രൂപീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ 7% സാമ്പത്തിക വളർച്ച വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നു. 15 മുതൽ 29 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയത് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലാണ്. 36.2%-ആണ് ഈ വിഭാഗത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്. ഇവിടുത്തെ സ്ത്രീകളിലെ തൊഴിലില്ലായ്മ നിരക്ക് 79.7%-ഉം പുരുഷന്മാരിൽ ഇത് 26.2%-ഉമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആൻഡമാനിലെ സ്ത്രീകളിലെ തൊഴിലില്ലായ്മ നിരക്ക് 49.5%-ഉം പുരുഷന്മാരുടേത് 24%-ഉമാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലാണ്. എന്നാൽ ഗോവയിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 19.1%-ആണ്. നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നഗരങ്ങളിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 14.7%-ഉം ഗ്രാമങ്ങളിൽ ഇത് 8.5%-ഉമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നഗരപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് 20.1%-ആണെന്നും എന്നാൽ ഗ്രാമങ്ങളിൽ ഇത് 8.2%-ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 10.2%-ആയി തുടരുകയാണ്. പുരുഷന്മാരിൽ 9.8%-ഉം സ്ത്രീകളിൽ 11%-ഉമാണ് തൊഴിലില്ലായ്മ നിരക്ക്. ദേശീയ തലത്തിൽ 10.2%-ആണ് യുവാക്കളിലെ തൊഴിലില്ലായ്മ. ലക്ഷദ്വീപിൽ 36.2%-ഉം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ 33.6%-ഉമാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും തൊഴിലില്ലായ്മ നിരക്കിൽ മുന്നിൽ തന്നെയാണ്. നഗരപ്രദേശങ്ങളാണ് കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 14.7%-ആണിത്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ 8.5%-ആണ് തൊഴിലില്ലായ്മ നിരക്ക്. കേരളത്തിലെ 15 മുതൽ 29 വയസ്സ് പ്രായമുള്ള 31.28% വിദ്യാസമ്പന്നരായ പുരുഷന്മാരും തൊഴിൽ രഹിതരായി തുടരുകയാണ്. ദേശീയ ശരാശരിയായ 20.28%-ത്തേക്കാൾ വളരെ കൂടുതലാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം 2017 മുതൽ കേരളത്തിലെ മൊത്തം തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു വരുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 2017-18 വർഷത്തിൽ 11.4%-ആയിരുന്നു നിരക്ക്. ഇപ്പോൾ 7.2-ലെത്തി. സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഗോവയുടെ പിന്നിൽ രണ്ടാമതാണ് കേരളം. നാഗാലാൻഡ് 7.1%, മേഘാലയ 6.2%. ഈ സംസ്ഥാനങ്ങളും കേരളത്തിന് തൊട്ടുപിന്നിലുണ്ട്.